ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പാത്തൂസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മുട്ടയും ഉരുളക്കിഴങ്ങും വെച്ചിട്ട് നല്ലൊരു ഈവനിങ് സ്നാക്സാണ് ഞാൻ തയ്യാറാക്കുന്നത്. വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 5 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതുപോലെ 6 ഉരുളക്കിഴങ്ങ്. ചെറിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ടാണ് 6 എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒരു 3 or 4 എടുത്താൽ മതി. അതുപോലെ 4 ഉള്ളി, ഒരു മീഡിയം സൈസ് 4 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, അതുപോലെ ബ്രെഡ് പൊടിച്ചത് എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായിട്ട് വാടിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഉള്ളിയും മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ മുഴുവനും ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് പൊടിച്ചത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. കൈകൊണ്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. കൈവച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതുപോലെ 4 പീസാക്കി എടുക്കുക. അതിനുശേഷം ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ടിൽ നിന്നും കുറച്ചെടുത്തിട്ട് കയ്യിലൊന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു പീസ് മുട്ട വെച്ച് നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ ഷേപ്പാക്കി എടുക്കുന്നത് പോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുക. ഇനി ഇത് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിലൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പീസ് റെഡിയായി. ഇതുപോലെ ബാക്കിയുള്ളത് കൂടി നമുക്ക് ചെയ്തെടുക്കണം. ബാക്കിയുള്ളത് കൂടി ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊരിച്ചെടുക്കണം. ഒരു വശം നന്നായിട്ട് പൊരിഞ്ഞതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എല്ലാ വശവും ഒരുപോലെ പൊരിച്ചെടുക്കുക. എല്ലാ വശവും നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വൈകുന്നേരത്തെ ചായക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത്. വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റും. നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് കമൻസ് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.